തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിക്കുന്ന ദിവികാരുണ്യ കോൺഗ്രസിന് കുടിയേറ്റ ഭൂമികയായ തോമാപുരത്ത് തിരിതെളിഞ്ഞു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിക്കുന്ന ദിവികാരുണ്യ കോൺഗ്രസിന് കുടിയേറ്റ ഭൂമികയായ തോമാപുരത്ത് തിരിതെളിഞ്ഞു. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ ദിവികാരുണ്യ നഗറിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ദീപം തെളിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് ഞെർലക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് മിശിഹായിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നിർമ്മാണം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, മോൺസിഞ്ഞോർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ, ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, ദിവികാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ മണി മേൽവട്ടം, റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട്, റവറൻ ഡോക്ടർ ജോൺസൺ അന്ത്യാങ്കുളം, ഫാദർ ജോസഫ് തൈക്കുന്നുംപുറം, ഫാദർ ജോസഫ് കാക്കരമറ്റം എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവികാരുണ്യ കൺവെൻഷനും നടന്നു. ആൾക്കൂട്ടം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ സമുദായത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആദർശ രൂപത്തിൻ്റെ ഒരു ഒരുമയിൽ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവരും തമ്മിലുള്ള വ്യത്യാസം നമുക്കിടയിൽ ദൈവസാന്നിധ്യം മൂവ് ചെയ്യണം. ആ ഒറ്റ കാര്യമാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾ വരുമ്പോൾ നമ്മൾ തന്നല്ല, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളാരും മനുഷ്യരൊരുമിച്ച് കൂടുകയല്ല. മനുഷ്യരൊരുമിച്ച് കൂടുന്ന എല്ലായിടത്തും അവരുടെ ദൈവം കൂടെ ഉണ്ടാവും. ഇസ്രായേലിനെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തുമ്പോൾ 12 ഗോത്രങ്ങളെ മരുഭൂമിയിൽ പാളയമടിക്കാനുള്ള ക്രമം ദൈവം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ദൈവം അങ്ങനെ പാളയമടിക്കാനുള്ള ക്രമം വിവരിക്കുമ്പോൾ വാഗ്ദാന പേടകം, സമാഗമ കൂടാരം എവിടെയാണെന്നറിയാമോ? ഇങ്ങനെ 4 ഗോത്രം മുകളിൽ, 4 ഗോത്രം വലത്ത്, ഇടത്ത്, താഴെ എന്ന് പറഞ്ഞാൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കിൽ 4 ഗോത്രങ്ങൾ, 3 ഗോത്രങ്ങൾ വീതം. അങ്ങനെ 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ ഇങ്ങനെ 4 ഭാഗത്തുമായിട്ട് പാളയം അടിക്കുമ്പോൾ അവരുടെ മധ്യത്തിലാണ് സമാഗമ കൂടാരം.
സമാഗമ കൂടാരത്തിൻ്റെ 4 വശങ്ങളിലാണ് ദൈവമക്കൾ പാളയമടിച്ച് മരുഭൂമിയിൽ അവരുടെ യാത്രക്കിടയിൽ താവളം ഉറപ്പിച്ചതല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവം. ആ ഓർമ്മയിലാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇടയിൽ വസിച്ചു, മലയാളത്തിൽ വസിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലായത്, വായിച്ചപ്പോൾ മനസ്സിലായത്, ടാബർനക്കിൾഡ് എന്നാണ്, കൂടാരമടിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, പരിശുദ്ധ കുർബാനയോടൊത്തായിരിക്കുവാൻ, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ സർവസ്വവും എന്ന സത്യം തിരിച്ചറിയാൻ ഈ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ വർഷം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വർഷമാകണം എന്ന് അതിരൂപതയുടെ ആലോചനാ സമിതികളെല്ലാം ഒരു മനസ്സോടെ ചിന്തിച്ചത് ഏറെ അർത്ഥപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ മലബാറിന്റെ മണ്ണിലേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കുടിയേറി പാർത്തപ്പോൾ നമ്മളെ നമ്മളാക്കി തീർക്കാൻ കർത്താവ് കൂടെ നടന്ന അനുഭവമാണ് കുടിയേറ്റ ജനതയ്ക്ക് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 1881 ഫ്രാൻസിലെ ലീലയിലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടന്നത്. അതിനുശേഷം ആകെ 53 അന്താരാഷ്ട്ര യൂക്കറിസ്റ്റിക് കോൺഗ്രസുകൾ ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളായി 4 വർഷം കൂടുമ്പോൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ ലിബികാനി കോൺഗ്രസിന്റെ പ്രത്യേക പ്രമേയം ദിവ്യകാരുണ്യം ലോകത്തെ രക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം ഈ പ്രമേയം വളരെ പ്രസക്തമാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.